ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ ജൂലൈ 17, 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് സോണിപത്തിലേക്കുള്ള റൂട്ടിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത്. പൈലറ്റ് പ്രോജക്റ്റായി ആരംഭിക്കുന്ന ഈ സർവീസ് വൈദ്യുതീകരിക്കാത്ത റൂട്ടുകളിൽ ഡീസൽ ട്രെയിനുകൾക്ക് പകരമായി ഹൈഡ്രജൻ ഇന്ധന സെൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കും. ട്രെയിനിലാകെ 10 കോച്ചുകളാണുള്ളത്. ഒരേ സമയം 2600 യാത്രക്കാരെ വരെ വഹിക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഹരിയാനയിലെ സോണിപ്പർ റൂട്ടിൽ പ്രതിദിനം 2 റൗണ്ട് ട്രിപ്പുകൾ വീതം ഈ ട്രെയിൻ ഓടും. ഏകദേശം 89 കിലോമീറ്റർ ദൂരമുള്ള ഈ റൂട്ടിൽ പ്രതിദിനം ആകെ 356 കിലോമീറ്റർ ട്രെയിൻ സഞ്ചരിക്കും. ആകെ 682 സീറ്റുകളുള്ള ഈ ട്രെയിനിൽ 2600 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കും. 1200 കിലോവാട്ട് ശേഷിയുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പ്രൊപ്പൻഷൻ സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് മോട്ടാറുകൾ പ്രവർത്തിപ്പിക്കുന്ന ഈ സംവിധാനത്തിന്റെ പ്രധാന ഉപോൽപ്പന്നം ജലബാഷ്പമാണ് എന്നത് ഇതിനെ പരിസ്ഥിതി സൗഹൃദമാക്കുന്നു. പരമാവധി 110 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതിക്കായി ഇന്ത്യൻ റെയിൽവേ 111.83 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ട്രെയിനിന്റെ രൂപമാറ്റം, ഹൈഡ്രജൻ ഉൽപാദനം, സംഭരണം, ഇന്ധനം നിറയ്ക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഫോസിൽ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, കാർബൺ ഉദ്വമനം പൂജ്യമാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. വൈദ്യുതീകരണം ഉടനടി സാധ്യമല്ലാത്ത റെയിൽവേ പാതകളിൽ ഇത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ഹൈഡ്രജൻ അത്യന്തം ജ്വലനശേഷിയുള്ള ഇന്ധനമാണെങ്കിലും അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിലൊരുക്കിയിരിക്കുന്നത്. ലീക്ക് ഡിറ്റക്ടറുകൾ, ജ്വാല കണ്ടെത്തൽ സംവിധാനങ്ങൾ, ഉയർന്ന മർദ്ദത്തെ അതിജീവിക്കാൻ ശേഷിയുള്ള ടാങ്കുകൾ എന്നിവ ട്രെയിനിലുണ്ട്. കൂടാതെ ഹൈഡ്രജൻ അന്തരീക്ഷത്തിൽ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നതിനാൽ തീപിടുത്ത സാധ്യത കുറവാണ്. ജർമ്മനി, ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം ഹൈഡ്രജൻ ട്രെയിനുകൾ പരീക്ഷിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പൈലറ്റ് പദ്ധതി വിജയകരമായാൽ വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ കൂടുതൽ പാതകളിൽ ശുദ്ധമായ പൊതുഗതാഗതം എത്തിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് സാധിക്കും. 89 കിലോമീറ്റർ ദൈർഘ്യമുള്ള സോനിപ്പർ റൂട്ടിൽ 12 സ്റ്റേഷനുകളാണ് ഈ ട്രെയിൻ നിർത്തുന്നത്. ഈ ട്രെയിനിൽ നിന്ന് ഹാനികരമായ പുകയോ കാർബണോ പുറന്തള്ളപ്പെടുന്നില്ല. ഇതിന്റെ ഉപോൽപ്പന്നം ശുദ്ധമായ ജലബാഷ്പവും ചൂടും മാത്രമാണ്. ഈ സാങ്കേതിക വിദ്യ പ്രായോഗികമാക്കുന്നതിലൂടെ ജർമ്മനി, ചൈന, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിച്ചേരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായി ഇത്തരം 35 ട്രെയിനുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനിന്റെ ടിക്കറ്റ് നിരക്കുകൾ വളരെ കുറഞ്ഞ നിരക്കിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന അത്യാധുനിക സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കായി ടിക്കറ്റ് നിരക്കുകൾ വെറും 5 മുതൽ ആരംഭിക്കുന്നു. ജിന്ദു മുതൽ സോനിപത്ത് വരെയുള്ള മുഴുവൻ ദൂരത്തിനും പരമാവധി 25 മാത്രമേ ഈടാക്കും. ഹൈഡ്രജൻ അതീവ ജ്വലനശേഷിയുള്ള വാതകമായതിനാൽ അതീവ ജാഗ്രതയോടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. ഹൈഡ്രജൻ ചോർച്ചയും തീപിടുത്തവും ഉടനടി കണ്ടെത്താൻ പ്രത്യേക സുരക്ഷാ സെൻസറുകൾ ട്രെയിനിലും ഫ്യൂവലിംഗ് പ്ലാന്റിലും സ്ഥാപിച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തുമായി സുരക്ഷിതമായി 27 ഹൈഡ്രജൻ സിലിണ്ടറുകൾ വീതമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ റീഫില്ലിംഗ് സിസ്റ്റം പൂർണ്ണമായും CCTV മുഖേനയും വിദഗ്ധർ വഴിയും 24 മണിക്കൂറും നിരീക്ഷിക്കപ്പെടുന്നു. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആദ്യത്തെ 3 മാസത്തെ സർവീസുകളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധർ യാത്രയിലുടനീളം ട്രെയിനിലുണ്ടാകും. ജിന്ദിലെ റീഫ്യൂവലിംഗ് പ്ലാന്റിന് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ പ്രത്യേക സുരക്ഷാ ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ട്രെയിനിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെബ്രൺ ഫ്യൂവൽ സെല്ലാണ്. ശരാശരി ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഒരു സെക്കൻഡറി ബാറ്ററി ബാങ്കും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ബ്രോഡ് ഗേജ് ട്രാക്കിലോടുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയതും ശക്തവുമായ ഹൈഡ്രജൻ ട്രെയിൻ സെറ്റാണിത്. ട്രെയിനിൽ ഒരേ സമയം 440 കിലോഗ്രാം കംപ്രസ്ഡ് ഹൈഡ്രജൻ സംഭരിക്കാൻ കഴിയും. ഒരു തവണ ഇന്ധനം നിറച്ചാൽ ഏകദേശം 250 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനാകും. ഇതിലെ ഫ്യൂവലിംഗ് പ്ലാന്റിൽ വാതകം സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിനായി ഹൈഡ്രജനെ -15 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുപ്പിക്കുന്ന ചില്ലർ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ദിവസേന 2 റൗണ്ട് ട്രിപ്പുകൾ നടത്തുന്ന ഈ ട്രെയിൻ പ്രതിദിനം ഏകദേശം 300 കിലോഗ്രാം ഹൈഡ്രജൻ ഉപയോഗിക്കും. ജൂലൈ 17 ആദ്യത്തെ ഉദ്ഘാടന യാത്രയിൽ യാത്ര ചെയ്യാൻ 50 സ്കൂൾ വിദ്യാർത്ഥികളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുന്നതിലൂടെ പ്രതിവർഷം ഏകദേശം 11 മെട്രിക് ടൺ കാർബൺ പുറന്തള്ളാൻ കുറയ്ക്കാനും 2.3 കോടിയുടെ ഡീസൽ ലാഭിക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.